പ്രൈസ് ദി ലോർഡ്. ബ്ലെസ്സിംഗ് കർണാടക TV പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ എപ്പിസോഡ് എല്ലാവർക്കും അനുഗ്രഹവും വിടുതലും ആയിരുന്നു എന്നറിയുവാൻ സാധിച്ചതിൽ ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ ഇഷ്ടപ്പെടുന്ന വിഷയം റോമർ 8-ാം അധ്യായം 31-ാമത്തെ വാക്യമാണ്. റോമർ 8-ാം അധ്യായം 31. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്. പ്രിയ മക്കളെ, ദൈവമക്കള് ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തിൻ്റെ ആജ്ഞകളനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുന്ന മക്കളെ ദൈവം ഒരിക്കലും കൈവിടത്തില്ല. അവൻ നമുക്കെപ്പോഴും അനുകൂലമായിട്ട് നിൽക്കത്തുള്ളൂ. നമ്മളെ ആര് പിടിക്കാൻ വന്നാലും ആര് നമ്മളെ ഉപദ്രവിക്കാൻ വന്നാലും ദൈവം നമ്മളെ കാത്ത് പരിപാലിക്കുന്ന ദൈവമാണ് നമ്മുടെ യേശു ക്രിസ്തു. 1 ശമൂവേൽ 9-ാം അധ്യായം 19 മുതൽ 24 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ ശൗല് ദാവീദിനെ കൊല്ലുവാൻ വേണ്ടി എത്രയോ പ്രാവശ്യം പ്രയത്നിച്ചത് നമ്മൾ ബൈബിളിൽ വായിച്ചിട്ടുണ്ട്. എന്നാൽ അവനെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അവൻ ചെറിയ പ്രായത്തിൽ ദൈവം അവനെ വിളിച്ച് വേർതിരിച്ച വ്യക്തിയാണ്. കാട്ടിൽ ആടിനെ മേയിച്ചുകൊണ്ടിരിക്കുകയാണ്. ശമൂവേല് ഭയങ്കര വിഷണ്ണനായി ഭയങ്കര വിഷാദിച്ചിരിക്കുമ്പോൾ കർത്താവിനോട് ചോദിക്കുന്നു, നീ എന്തിനു വിഷാദിച്ചിരിക്കുന്നു? ശൗലിനെ ഞാൻ രാജസ്ഥാനത്തു നിന്നും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. നീ ഇശ്ശായിയുടെ മക്കളിൽ ഒരാളെ നീ രാജനായിട്ട് അഭിഷേകം ചെയ്യണമെന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ ശമൂവേലിന് ഭയമായി. ശൗലിനെങ്ങാനും മനസ്സിലായാൽ എന്നെ വെച്ചേക്കത്തില്ലെന്നുള്ള ഇതിൽ അവൻ ഭയപ്പെടാൻ തുടങ്ങി. നീ ധൈര്യമായിട്ട് പോയി അവിടെ എല്ലാവർക്കും വിരുന്നൊരുക്കാനായിട്ട് ഇശ്ശായിയോട് പറയാൻ പറഞ്ഞു. അങ്ങനെ ഇശ്ശായിയുടെ വീട്ടിലെ തൈലക്കൊമ്പും തൈലം നിറച്ചുകൊണ്ട് പോകുന്ന സമയത്ത് അവൻ്റെ മക്കളെ എല്ലാവരെയും വിളിച്ചുകൂട്ടി, അയൽവക്കംകാരെ എല്ലാം വിളിച്ചുകൂട്ടി, സ്നേഹിതരെയെല്ലാം വിളിച്ചുകൂട്ടി ഭയങ്കര വിരുന്നവിടെ കാളയെല്ലാം കണ്ടിച്ച് ഭയങ്കര വിരുന്ന് റെഡി ചെയ്തു. അങ്ങനെ റെഡി ചെയ്ത് ഇശ്ശായിയുടെ മക്കളെ 1 by 1 ആയിട്ട് വിളിക്കാൻ തുടങ്ങി. മൂത്ത മകൻ ദൂരത്തിൽ നിന്നും വരുന്നത് കണ്ടപ്പോഴേ ശമൂവേൽ പറയാണ്, ഇതാ ദൈവത്തിൻ്റെ അഭിഷിക്തൻ വരുന്നു. ഉടനെ ദൈവം പറഞ്ഞു, ഞാൻ അവനെ തെരഞ്ഞെടുത്തിട്ടില്ല. നമ്മൾ പൊക്കമോ വണ്ണമോ ഹാൻസമോ ഒന്നുമല്ല നോക്കേണ്ടത്. നമ്മുടെ ദൈവം നമ്മുടെ ഹൃദയങ്ങളെയും ഹൃദാന്തരങ്ങളെയും ശോധന ചെയ്യുന്ന ദൈവമാണ്. ആ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ ഹൃദയം പരിശുദ്ധമായിട്ടും ശുദ്ധമായിട്ടും ഇരിക്കണം. പ്രിയ മക്കളെ, ഇശ്ശായിയുടെ മക്കൾ 1 by 1 ആയിട്ട് വന്നു. നിനക്ക് ഇത്രയും മക്കളെ ഉള്ളോ? ഉടനെ അപ്പൻ മറന്നു, അമ്മ മറന്നു, സഹോദരങ്ങൾ മറന്നു, കൂട്ടുകാരെല്ലാം മറന്നു, അയൽവക്കംകാർ മറന്നു. എന്നാൽ നിനക്കൊരു മകനുണ്ടല്ലോ, അവനെ കൂടെ വിളിക്കാൻ എന്നാരും പറഞ്ഞില്ല. അവൻ വന്നല്ലാതെ ഞാൻ വിരുന്നിനിരിക്കത്തില്ല എന്ന് പറഞ്ഞു. ഉടനെ 2 പേരെ പറഞ്ഞു വിട്ട് അവനെ കൂട്ടിക്കൊണ്ടുവന്ന് ദൂരമേ അവനെ കണ്ടപ്പോഴേ തൈലക്കൊമ്പ് കയ്യിൽ ചലിക്കാൻ തുടങ്ങി. തൈലക്കൊമ്പ് അങ്ങനെ ചലിക്കുമ്പോഴേ അവരങ്ങനെ ദൂരമേന്ന് കണ്ടപ്പോഴേ ശമൂവേൽ ഓടിപ്പോയി ഈ അപ്പൻ്റെ അമ്മയുടെ സഹോദരങ്ങളുടെയും ദേശക്കാരുടെയും മുമ്പിൽ അവനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. പ്രിയ മക്കളെ, അവൻ രാജാവായെന്നും പറഞ്ഞ് ശൗലിനോട് കസേരന്നിറങ്ങ ഞാൻ ആ സ്ഥാനത്തിരിക്കാവുന്നവൻ പറഞ്ഞില്ല. അവൻ വീണ്ടും അപ്പൻ്റെ ആടുകളെ മേയ്ക്കുവാൻ കാട്ടിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് അവൻ്റെ അപ്പൻ്റെ ആടിനെ പിടിക്കുവാനായിട്ട് കരടിയും സിംഹവും വന്നു. അതിനെയെല്ലാം വലിച്ചു കീറിയവൻ
നശിപ്പിച്ച ആടുകളെയെല്ലാം രക്ഷിച്ചു. പ്രിയ മക്കളെ, ആ അഭിഷേക തൈലം ഒഴിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഭയങ്കര ശക്തിയായി. ശൗലിന് ഭയങ്കര ദുരാത്മാവ് വരുമ്പോൾ അവൻ ഉച്ചനെ പോലെയാണ്, കിർക്കനെ പോലാകും. ആ സമയത്ത് ആൾക്കാരെല്ലാം പറഞ്ഞു, നല്ല ഒരു പാട്ടുകാരനെ, നല്ലപോലെ ഗിറ്റാർ അടിച്ച് പാടുന്ന ഒരു വ്യക്തിയെ നമുക്ക് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു. ഇവൻ കാട്ടിലിരുന്ന് അങ്ങനെ ഗിറ്റാർ അടിച്ച് പാടുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നത് ജനങ്ങൾക്കെല്ലാം അറിയാമായിരുന്നു. അങ്ങനെ അവനെ വിളിച്ചോണ്ട് വന്ന് അവൻ പാട്ട് പാടുമ്പോൾ, അവൻ ഗിറ്റാർ അടിച്ച് പാട്ട് പാടുമ്പോൾ അവൻ്റെ ശരീരത്തിലുള്ള ദുരാത്മാവ് വിട്ടുപോകും. പ്രിയ മക്കളെ, അങ്ങനെ ഇരിക്കുന്ന ശമൂവേല് അവനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തിരിക്കുകയാണ്. ശൗലിൻ്റെ മകനെ രാജസ്ഥാനത്താക്കാനാണ് ശൗൽ ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ ആ സ്ഥാനത്ത് ദാവീദ് വരുമെന്നുള്ള ഒരു ചിന്തയോടുകൂടെ എങ്ങനെയെങ്കിലും ദാവീദിനെ നശിപ്പിക്കണം. അതിനുവേണ്ടി രാജൻ എന്തു ചെയ്തു? ദാവീദിനെ കൊല്ലുവാൻ വേണ്ടി എത്രയോ പ്രാവശ്യം പ്രയത്നിച്ചത് നമ്മൾ ബൈബിളിൽ കാണുന്നു. എന്നാൽ അവനെ ഒന്നും ചെയ്യുവാൻ ആർക്കും സാധിച്ചിട്ടില്ല. അങ്ങനെ അവനെ കൊല്ലുവാനായിട്ട് വിട്ടവരുടെ മേൽ ദൈവാത്മാവ് വന്ന് അവർ പ്രവചിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ദൈവാത്മാവ് അവരുടെ മേൽ വന്ന് അങ്ങനെ 2-3 കൂട്ടരെ പറഞ്ഞു വിട്ടിട്ടും ആർക്കും ദാവീദിനെ കൊല്ലാൻ സാധിച്ചില്ല. പ്രിയ മക്കളെ, അവരുടെ മേലെല്ലാം ദൈവാത്മാവ് വന്ന് പ്രവചിച്ചുകൊണ്ട് നടന്നു. ശൗലിൻ്റെ കൂട്ടർക്കോ ദാവീദിനെ പിടിക്കാൻ സാധിച്ചില്ല. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഒരു കൂടോത്രത്തിനോ ഒരു മന്ത്രത്തിനോ ഒരു നേർച്ച കാഴ്ചയ്ക്കോ ഒരു സാത്താനോ നമ്മളെ പിടിക്കാൻ പറ്റത്തില്ല. മക്കളെ, നമ്മൾ ആരാണ്? ദൈവത്തിൻ്റെ അഭിഷിക്തരാണ്. പ്രിയ മക്കളെ, അതിനാണ് ഞാൻ നിങ്ങളോടെല്ലാം പറയുന്നത്. ആ അഭിഷേക തൈലം നിന്റെ തലയിൽ വീഴണം. നീ അഭിഷേകത്തിൻ്റെ ശക്തി കിട്ടാത്തവരോട് ഞാൻ എപ്പോഴും കൈ കൂപ്പി പിടിച്ച് പറയുകയാണ്, ആ ശക്തിക്ക് വേണ്ടി നിങ്ങളുടെ വയസ്സ് നോക്കണ്ട. നീ ചെറിയ പ്രായമായിരിക്കാം, യൗവനസ്ഥരായിരിക്കാം, പ്രായവര ആയിരിക്കാം. നിനക്ക് ആ അഭിഷേക തൈലം നിന്റെ മേലെ വീണിട്ടില്ലെങ്കിൽ, കർത്താവേ എനിക്ക് ആ അഭിഷേകം വേണം, എൻ്റെ മേലെ അഭിഷേകം ഒഴുകണം, നീ നിന്നെ തന്നെ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക. ദോഷികളായ നമ്മുടെ മാതാപിതാക്കള് നമുക്ക് നല്ല പദാർത്ഥങ്ങളെ തരുവാൻ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവിനെ ചോദിക്കുന്ന മക്കൾക്ക് എത്രയോ അധികമായി പരിശുദ്ധാത്മാവിനെ തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇനി ഒരു വ്യക്തിയെ നമുക്ക് നോക്കാം. രാജാവിൻ്റെ കയ്യിൽ നിന്നും ഏലിയാവിനെ വിടുവിച്ചത് നമുക്ക് നോക്കാം. 2 രാജാക്കന്മാർ 1-ാം അധ്യായം 9 മുതൽ 16 വരെയുള്ള വാക്യം നിങ്ങൾ വായിച്ചു നോക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഏലിയാവ് പ്രാർത്ഥിച്ചു 3 വർഷം 6 മാസക്കാലം മഴയും മഞ്ഞും വന്നിട്ടില്ല. വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ മഴയെ അയച്ചു. അതുപോലെ തന്നെ സ്വർഗത്തിൽ നിന്നും തീ ഇറക്കി, ആകാശത്തു നിന്നും തീ ഇറക്കി ബാലിൻ്റെ ആൾക്കാരെ എല്ലാം വെട്ടിക്കൊന്ന് തീ ഇറക്കി യാഗപീഠം കത്തിച്ച് മണ്ണും കൂടെ കത്തിപ്പോയതാണ്. അതുപോലെ മരിച്ചുപോയ വിധവയുടെ മകനെ ഉയർപ്പിച്ചു. അങ്ങനെ ഏലിയാവ് ഒരു പ്രാർത്ഥനാ വീരനാണ്. ഏലിയാവിനെ പിടിക്കാൻ 2 പ്രാവശ്യം രാജാവ് ആളുകളെ അയക്കാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ 1-ാം അധ്യായം 3-ാമത്തെ വാക്യം മുതൽ നിങ്ങൾ വായിച്ചു നോക്കുക. എക്രോനിലെ ദേവനായ ബാൽ സെബൂബിനോട് അരുളപ്പാട് ചോദിക്കാൻ ദൂതന്മാരെ അയച്ചു. ഇസ്രായേലിൽ ദൈവമില്ലാഞ്ഞിട്ടാണോ
നീ ബാൽ സെബൂവിനോട് അരുളപ്പാട് ചോദിക്കാൻ വിട്ടത്? അതുകൊണ്ട് നിന്റെ രാജാവ് ആ കട്ടലിൽ നിന്നും ഇറങ്ങാതെ മരിച്ചു പോകുമെന്ന് പറഞ്ഞേരെന്നും പറഞ്ഞ് ദൂതന്മാരോട് പറഞ്ഞിട്ട് പോയി. അപ്പോഴത്തേക്ക് രാജൻ ചോദിക്കുന്നു, അവൻ എങ്ങനെ ഇരിക്കുന്നു? ഉടനെ ഇവർ പറയുന്നു, നല്ല രോമം കൊണ്ടുള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നു, തോൽവാർ കൊണ്ട് കെട്ടിയിരിക്കുന്നു. അപ്പോഴേ മനസ്സിലായി ഏലിയാവാണെന്ന്. പ്രിയ മക്കളെ, ഏലിയാവിനെ പിടിക്കുവാനായിട്ട് 50 പേരെയും അതിൻ്റെ ഒരു ഹെഡിനെയും അങ്ങനെ 51 പേര് കൂടി ഏലിയാവിനെ പിടിക്കുവാനായിട്ട് പോവുകയാണ്. ഏലിയാവ് ആ സമയത്ത് ഒരു മലഞ്ചെരുവിൽ ഒരു സൈഡിലായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. വെയിൽ കാച്ചുകായിരുന്നോ പ്രാർത്ഥിക്കുമായിരുന്നോ ഒന്നും നമുക്കറിയത്തില്ല. അവൻ ഇരിക്കുമായിരുന്നു. ഇവന്മാരിൽ ലീഡർ, ദൈവത്തിൻ്റെ പുരുഷ ഇറങ്ങി വാ, രാജാവ് നിന്നെ വിളിക്കുന്നു. ഞാൻ ദൈവപുരുഷനാണെങ്കിൽ ആകാശത്തൊന്നും തീ ഇറങ്ങി നിങ്ങളെ 51 പേരെയും നശിപ്പിച്ച് കളയട്ടെ എന്ന് പറഞ്ഞു. പറഞ്ഞു തീരുന്നതിന് മുമ്പേ, ഹല്ലേലൂയ, പറഞ്ഞു തീരുന്നതിന് മുമ്പേ തീ വന്ന് ആ 51 പേരെയും ദഹിപ്പിച്ചു കളഞ്ഞു. പ്രിയ മക്കളെ, വീണ്ടും ഏലിയാവിനെ പിടിക്കുവാനായിട്ട് ഒരു ലീഡറെയും 50 പേരെയും രണ്ടാമത് അയച്ച്, ദൈവപുരുഷ ഇറങ്ങി വാ, രാജാവ് നിന്നെ വിളിക്കുന്നു. ഉടനെ ഞാൻ ദൈവപുരുഷനാണെങ്കിൽ ആകാശത്തൊന്നും തീ ഇറങ്ങി വന്ന് നിങ്ങളെ ദഹിപ്പിച്ച് കളയട്ടെ. ഓ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവരെ 51 പേരെയും രണ്ടാമത് വന്നവരെയും നശിപ്പിച്ചു കളഞ്ഞു. വീണ്ടും മൂന്നാമത് 50 പേരെയും ഒരു ലീഡറെയും കൂടെ അയച്ചു. അവൻ നല്ലവനായിരുന്നു. അവനറിയാം ഞങ്ങൾ നശിച്ചു പോകും. അതുകൊണ്ട് ആ ലീഡർ ചെന്ന് ഏലിയാവിൻ്റെ പാദത്തിങ്കൽ മുട്ടുകുത്തി, ഞങ്ങളെ നശിപ്പിച്ച് കളയരുത്. ഉടനെ ദൈവത്തിൻ്റെ ആത്മാവ് ഏലിയാവിനോട് പറയുന്നു, ഇവനോടുകൂടെ പോകാൻ. അങ്ങനെ അവരോടുകൂടെ ഏലിയാവ് പോവുകയാണ്. ഏലിയാവിനെ പിടിക്കാൻ ആരെക്കൊണ്ട് സാധിച്ചില്ല. അവിടെ ചെന്നു ഏലിയാവ്, ദൈവം എന്ത് ഏലിയാവിന് പറഞ്ഞു കൊടുത്തോ അതേ വാക്ക് വീണ്ടും പറഞ്ഞു, നീ കട്ടിലിൽ നിന്നും താഴെ ഇറങ്ങത്തില്ല, നീ മരിച്ചു പോകും. അങ്ങനെ രാജാവ് മരിച്ചുപോയി. ഏലിയാവിനെ പിടിക്കാൻ ആരെക്കൊണ്ട് സാധിച്ചില്ല. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരാണ് മക്കളെ? ആരെക്കൊണ്ട് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആര് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം? ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. ദൈവം നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നിൻ്റെ മുറ്റത്ത് കൊണ്ടൊന്ന് കൂടോത്രം ചെയ്തിട്ടാലും, നിനക്ക് വേണ്ടി ആര് നേർച്ച കാഴ്ച ചെയ്താലും, നിനക്ക് വേണ്ടി എന്ത് ചെയ്താലും നിനക്ക് ഫലിക്കത്തില്ല. നിന്നെ ആരെക്കൊണ്ട് പിടിക്കാനും പറ്റത്തില്ല. നിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നീ ആരായിരിക്കണം? ദൈവത്തിൻ്റെ മകളും മകനും ആയിരിക്കണം. അതുപോലെ തന്നെ ഇനി ഒരാളെ നമുക്ക് നോക്കാം. എലീശയെ ദൈവം വിടുവിച്ചത് നോക്കാം. 2 രാജാക്കന്മാർ 6-ാം അധ്യായം 12 മുതൽ 22 വരെയുള്ള വാക്യം. എലീശയെ പിടിക്കാൻ രാജാവ് സൈന്യത്തെ അയച്ചു. എലീശയുടെ ശിഷ്യൻ എലീശയുടെ ശിഷ്യൻ ആരാണ്? ഗേഹസി. അവൻ രാവിലെ എഴുന്നേറ്റ് വെളിയിൽ നോക്കുമ്പോൾ അവർ താമസിക്കുന്ന വീടിന് ചുറ്റും, മലയ്ക്ക് ചുറ്റും സൈന്യം, കുതിരയും പടയുമായിട്ട് ഭയങ്കര സൈന്യം വന്ന് നിൽക്കുകയാണ്. അയ്യോ സ്വാമി, നമ്മൾ എന്ത് ചെയ്യും? അവൻ പേടിച്ചോടിച്ചെന്ന് എലീശയോട് പറയുകയാണ്. എലീശ അന്നേരം ഇവൻ്റെ കണ്ണിനെ നീ തുറക്കണമേ. അവൻ്റെ കണ്ണ് ദൈവം തുറന്നു. നോക്കുമ്പോൾ അവരെക്കാട്ടിലും ഇരട്ടിക്കരട്ടി സൈന്യവും കുതിരയും ആരുടെ അടുത്ത് നിൽക്കുന്നു?
ഏലീശായുടെ അടുത്ത് നിൽക്കുന്നു. ഇവരടുത്തടുത്ത് വന്നു. ഉടനെ ഏലീശ പ്രാർത്ഥിച്ചു, ഇവരുടെ കണ്ണിനെ മഫി ചെയ്യണമേ, കണ്ണ് കുരുടാക്കണമേ എന്നും പറഞ്ഞു. അങ്ങനെ അവരുടെ കണ്ണ് കുരുടായി. ഏലീശ എവിടെ, ഏലീശ എവിടെ എന്നും പറഞ്ഞ് ജനങ്ങളെല്ലാം വന്നു. ഏലീശ ഇന്നടത്തുണ്ട്, എൻ്റെ കൂടെ വാ എന്നും പറഞ്ഞ് അങ്ങനെ ഏലീശ കൂട്ടിക്കൊണ്ട് ഇവരെയും കൊണ്ടുപോയി ശമരിയ പട്ടണത്തിൽ രാജാവിൻ്റെ മുമ്പിൽ നിർത്തി. രാജാവ് ഉടനെ പറയുന്നു, അയ്യോ ഇവരെ നമുക്ക് വെട്ടിക്കളയാം. ഉടനെ ഒന്നും ചെയ്യരുത്, ഇവരുടെ വയറ് നിറയെ ആഹാരം കൊടുത്ത് ഇവരെ പറഞ്ഞയക്കാൻ പറയുന്നു. അവരുടെ കണ്ണ് കാണുന്നവരായി അവരാഹാരം കഴിച്ച് അവരുടെ രാജ്യത്തോട്ട് അവരുടെ സ്ഥലത്തേക്ക് അവർ തിരിച്ചുപോയി. പിന്നെ ഒരിക്കലും അവർ ഏലീശയെ തേടി വന്നില്ല. പ്രിയ മക്കളെ, ഏലീശ ആരാണ്? ഏലിയാവിൻ്റെ പുറകെ നടന്നു. മറ്റ് 50 പേരവിടെ നോക്കി നിന്നു. അതുപോലെ നമ്മുടെ സഭകളിലും ഏനോ കാഴ്ച കാണാൻ വരുന്ന പോലെ അനേകർ വരുന്നവരുണ്ട്. ആ ശിഷ്യന്മാരിൽ, ഏലീശായുടെ ശിഷ്യന്മാരിൽ 50 പേർ അക്കരക്കര നിന്ന് ഇവിടെ എന്ത് സംഭവിക്കുന്നു നോക്കിക്കൊണ്ട് നിന്നു. അതേസമയം ഏലീശ ഏലിയാവിനെ വിടാതെ കൂടെ നിന്നു. ഉടനെ ഏലിയാവ് പറയുന്നു, ഞാൻ പോകേണ്ട സമയം അടുത്തു, ഞാൻ പോകുന്നതിന് മുമ്പായി നിനക്ക് എന്ത് വേണമെന്ന് ചോദിച്ചു. നിന്റെ പ്രസംഗക്കുറിപ്പ് എനിക്ക് തരണമെന്ന് പറഞ്ഞില്ല, നിന്റെ ബാങ്ക് ബാലൻസ് എനിക്ക് തരണമെന്ന് പറഞ്ഞില്ല, ഒന്നും ചോദിച്ചില്ല. അവൻ ചോദിച്ചത് നിന്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് വേണമെന്ന് മാത്രമാണ് ഏലീശ ചോദിച്ചത്. അതുപോലെ അത് സാധ്യമുള്ള കാര്യമല്ല എന്ന് ഏലിയാവ് പറഞ്ഞു. ഉടനെ പിന്നെ അവൻ വിടാതെ പുറകെ പോയപ്പോൾ 2 പേരെയും തമ്മിൽ വേർപെടുത്തുവാനായിട്ട് അഗ്നിരഥങ്ങളും അഗ്നിമയമായത് ഇങ്ങനെ വന്ന് 2 പേരെയും തമ്മിൽ വേർപെടുത്തി. അയ്യോ എന്നെ വിട്ടിട്ട് പോകല്ലേ എന്നും പറഞ്ഞ് ഏലീശ പുറകെ കാറിക്കൊണ്ടോടി. ഏലിയാവ് എന്താ ചെയ്തോ, മേളിലേക്ക് കയറിപ്പോയി. ആ സമയത്ത് ഏലിയാവ് ഏലീശയോടൊരു വാക്ക് പറഞ്ഞു, ഞാൻ പോകുന്നത് നിന്റെ കണ്ണാലെ കണ്ടാൽ നിനക്ക് ഈ വരങ്ങളും കൃപകളും നിനക്ക് കിട്ടും, എൻ്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞു. ഏലിയാവ് മേളിലോട്ട് കയറിപ്പോകുമ്പോൾ ഏലിയാവിൻ്റെ തോളിൽ കിടന്ന കമ്പിളി താഴെ വീണു. അത് ഏലീശ എടുത്ത് തോളയിലിട്ടു. ഏലിയാവ് കയറിപ്പോയി. ഏലീശ ഒറ്റപ്പെട്ടു. ഏലീശ തിരിച്ചു വരാൻ നോക്കുമ്പോൾ യോർദാൻ കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. യോർദാൻ അക്കരക്കരെ 50 പേര് നോക്കിക്കൊണ്ട് നിൽക്കുന്നു. ഉടനെ ഏലീശ, ഏലിയാവിൻ്റെ ദൈവം എവിടെ? അവൻ്റെ കയ്യിലിരുന്ന കമ്പിളിയെടുത്ത് വെള്ളത്തേൽ അടിച്ചുകൊണ്ട് യോർദാൻ 2 ഭാഗിച്ച് ഉണനിലത്തൂടെ അവൻ ഇക്കരെ വന്നപ്പോഴത്തേക്ക് ഈ 50 പേരും കൂടി ഓടി വന്ന് അവൻ്റെ കാലിൽ നമസ്കാരം വീണ് ഏലിയാവിൻ്റെ ആത്മാവ് ഏലീശമേൽ വന്നു. പ്രിയ മക്കളെ, നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കണം. എപ്പോഴും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ബൈബിൾ വായിക്കുകയും ബൈബിൾ ധ്യാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ധൈര്യമായിട്ട് ദൈവസന്നിധിയിൽ താണിരിക്കുന്നവരായിരിക്കണം. അതുപോലെ തന്നെ ഇനി നമുക്ക് ഒരു വ്യക്തിയെ കൂടെ നോക്കാം. ദാനിയേൽ 6-ാം അധ്യായം 21 മുതൽ 26 മുതലുള്ള വാക്യം. ചന്ദ്രക്, മേശക്, അബേദ്നേഗോ അവര് രാജാവ് ഒരു ഭയങ്കര സ്വർണം കൊണ്ടുള്ള ഒരു ബിംബം ഉണ്ടാക്കി വെച്ചിട്ട് എല്ലാവരോടും പറഞ്ഞു, ഞങ്ങൾ തമ്പുരു, വീണ, നാഗസ്വരം ഇത് വായിക്കുമ്പോൾ എല്ലാവരും ഈ സ്വർണ്ണ ബിംബത്തിന് മുട്ടുകുത്തി നമസ്കരിക്കണമെന്ന്. അതെല്ലാവരും ചെയ്തു. എന്നാൽ 3 വ്യക്തികൾ അത് ചെയ്തില്ല. ഞങ്ങളുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ആ രാജാവ് അതെല്ലാം ചെയ്തു വെച്ചിട്ട് ഒരു കൽപ്പനയും കൂടെ ഇട്ടു. എന്താണെന്ന് ചോദിച്ചാൽ, ആരും നമസ്കരിക്കുന്നില്ലയോ അവരെ തീക്കകത്ത് ഇട്ട് ചുട്ടുകളയുമെന്ന്.
അതിന് തീയും കൂട്ടി വെച്ചിരിക്കുകയാണ്. ഭയങ്കര തീയും അവിടെ കത്തിച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെ ഇവർ മൂന്നും ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കാൻ പറ്റുമെങ്കിൽ വിടുവിക്കട്ടെ, ഇല്ല എങ്കിൽ ഞങ്ങൾ മരിക്കാൻ റെഡിയാണ്. എന്നാലും രാജാവ് ഉണ്ടാക്കി വച്ചിരിക്കുന്ന സ്വർണ്ണബിംബത്തിന് ഞാൻ നമസ്കരിക്കത്തുമില്ല, ഞാൻ മുട്ടുകുത്തത്തുമില്ല, പ്രാർത്ഥിക്കത്തുമില്ല എന്ന് പറഞ്ഞു. പ്രിയ മക്കളെ, രാജാവ് അവരെ വിളിച്ചു. രാജാവ് അവരെ വിളിച്ചിട്ട് ചോദിക്കുന്നു, നിങ്ങൾ എന്താണ് ചെയ്യാത്തത്? ഉടനെ പറഞ്ഞു, ഞങ്ങളുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ഞാൻ ആ ദൈവത്തിന് മാത്രമേ ഞാൻ മുട്ടുകുത്തത്തുള്ളൂ. ഞാൻ രാജാവ് ഉണ്ടാക്കിയിരിക്കുന്ന സ്വർണ്ണബിംബത്തിന് മുട്ടുകുത്തുകയോ നമസ്കരിക്കുകയോ ചെയ്യത്തില്ല എന്ന് പറഞ്ഞപ്പോൾ രാജാവിനെ ദേഷ്യം കയറി. ഉടനെ ആൾക്കാരോട് പറയുന്നു, 7 മടങ്ങ് തീ, 7 മടങ്ങുണ്ടാക്കാൻ. ഉടനെ രാജാവിന് അറിയാം നമ്മുടെ ദൈവം ആരാണെന്ന്. അല്ലെങ്കിൽ 7 മടങ്ങ് കൂട്ടാനായിട്ട് പറയുമോ തീയ? ഉടനെ 7 മടങ്ങ് ഭയങ്കരത്തിൽ തീ കത്തുന്നു. ചന്ദ്രക്കിനെയും മേശകനെയും അഭേന്ദ്രവിൻ്റെയും വസ്ത്രം പോലും ഊരാതെ കാലും കയ്യും കെട്ടി 3 പേരെയും അതിനകത്തോട്ട് എടുത്തിടാൻ പോയവരെ തീവങ്ങലേറ്റ് പൊള്ളി കത്തിപ്പോയി. എന്നാൽ ഇവർ 3 വെള്ളത്തിൽ കൂടെ നടക്കുന്ന പോലെ കെട്ടഴിഞ്ഞ് തീക്കകത്തൂടെ നടക്കുന്നു. രാജാവ് നോക്കുമ്പോൾ, ഞങ്ങൾ 3 പേരെയല്ലേ ഇട്ടത്, ഇതാ 4 പേർ ഒരു ദൈവകുമാരനെ പോലെ ഒരാളെ കാണുന്നു എന്ന് പറഞ്ഞു. പ്രിയ മക്കളെ, നിനക്കെന്ത് കഷ്ടമുണ്ടെങ്കിലും, നിനക്കെന്ത് രോഗമുണ്ടെങ്കിലും, നിനക്കെന്ത് കടഭാരമുണ്ടെങ്കിലും, നീ യഥാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എൻ്റെ ദൈവം ഇറങ്ങി വന്ന് നിന്നെ വിടുവിക്കുവാൻ ശക്തവാനായ ദൈവമാണ് നമ്മുടെ യേശു ക്രിസ്തു. നമ്മുടെ ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല മക്കളെ, യാതൊന്നുമില്ല. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആരാണ്? എത്ര ജനം വേക്കേലും പ്രതികൂലമായിട്ട് നിൽക്കട്ടെ. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മളെ ഒന്നും ചെയ്യത്തില്ല. പക്ഷെ ഒന്നും ചെയ്യാതിരിക്കണമെന്ന് വരികിൽ നീ ആരായിരിക്കണം? പരിശുദ്ധതയോടെ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. വചനാനുസരണം ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. വചനം നിന്നിലും, നീ ആരിലും വസിക്കണം, ദൈവത്തിലും വസിക്കണം. എങ്കിൽ മാത്രമേ ദൈവം അനുകൂലമായിട്ട് നിന്നോട് കൂടെ ഇരിക്കത്തുള്ളൂ. പ്രിയ മക്കളെ, എനിക്ക് 3-4 ദിവസം മുമ്പേ തിരുവനന്തപുരത്തു നിന്നൊരു ഫോൺ വന്നു. അവരുടെ ഭർത്താവാണ് ആദ്യം ഫോൺ ചെയ്തത്. ഫോൺ ചെയ്ത് എൻ്റെ ഭാര്യയുടെ കയ്യ് മടക്കാനും മേല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഒരു ജോലിയും ചെയ്യാൻ പറ്റുന്നില്ല, കൈക്ക് നീര് വെച്ചിരിക്കുന്നു. ഡോക്ടർമാരെ എല്ലാം കാണിച്ചു, എല്ലാ സ്കാനിങ്ങും എല്ലാം എടുത്തു, ഒരു കുറവുമില്ല. അവർ ചെല്ലുമ്പോൾ ഇഞ്ചക്ഷൻ ചെയ്ത് വിടും, ഒരു കുറവുമില്ല. എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേല. സിസ്റ്റർ എന്നും പറഞ്ഞ് എൻ്റെ അടുത്ത്, ഞാൻ പറഞ്ഞു അവരുടെ കൈ ഫോൺ കൊടുക്കാൻ പറഞ്ഞു. അവരുടെ കൈ ഫോൺ കൊടുത്തു. എന്താന്ന് ചോദിച്ചപ്പോൾ, സിസ്റ്ററെ എൻ്റെ കൈ മടക്കാൻ മേല, നീർക്കാൻ മേല, ജോലി ചെയ്യാൻ മേല, കൈ മുഴുവൻ നീരാണ്, വേദനയുമാണ്, ഭയങ്കര വേദനയാണ് എന്നെല്ലാം പറഞ്ഞ് അവർ കരയുന്ന സ്വരത്തിൽ എന്നോട് പറഞ്ഞു. ഞാനൊന്നെ ചോദിച്ചു, ഇച്ചിരി വെളിച്ചെണ്ണയും 1 ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് വരാമോ എന്ന് ചോദിച്ചു. ആ ഭർത്താവ് പോയി വെള്ളവും എണ്ണയും എടുത്തുകൊണ്ട് വന്നു. ആദ്യം ഞാൻ അവരുടെ കൈക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിനും എണ്ണയ്ക്കും വേണ്ടി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് അവരോട് പറഞ്ഞ വെള്ളം യേശുവിൻ്റെ രക്തം പറഞ്ഞു കുടിക്കാൻ പറഞ്ഞു. കുടിച്ചു. അത് കഴിഞ്ഞ ഞാൻ പറഞ്ഞു, ആ എണ്ണ സ്വല്പം എടുത്ത് ഭർത്താവിനോട് പറ, കൈ ഇവിടം തൊട്ട് വിരൽ വരെയും പെരട്ടാൻ പറയാൻ പറഞ്ഞു. അങ്ങനെ അവർ പെരട്ടിക്കൊടുത്തു. വേദനയുള്ള ഭാഗത്തെല്ലാം പെരട്ടിക്കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, നാളെ എന്നെ വിവരം അറിയിക്കണം,
ഞാൻ ഫോൺ വെക്കുന്നു, ഓക്കെ എന്നും പറഞ്ഞ് ഞാൻ ഫോൺ വെച്ചു. പ്രിയ മക്കളെ, അവരെനിക്ക് പിറ്റേ ദിവസം തന്നെ അവർ ഫോൺ ചെയ്തിട്ട് പറയുന്നു, കൈയുടെ നീരെല്ലാം പോയി, കൈയുടെ വേദനയെല്ലാം പോയി, കൈ പഴയതുപോലായിരിക്കുന്നു, ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങിയെന്ന്. നമ്മുടെ ദൈവം ആരാണ്? എനിക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല മക്കളെ, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പറ്റുന്ന ഒരുവൻ എൻ്റെ കൂടെയുണ്ട്. അവനാണ് എൻ്റെ യേശു, അവനാണ് എൻ്റെ യേശു. ആ യേശു ക്രിസ്തു എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ കൂടെ ഉണ്ട്. അവൻ്റെ ആത്മാവിനിൽ വസിക്കുന്നുണ്ട്. എനിക്ക് നല്ല ധൈര്യമാണ്. എൻ്റെ ദൈവം അവരെ സമ്പൂർണമായിട്ടും സൗഖ്യം കൊടുത്തു. പ്രിയ മക്കളെ, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആരാണ്? ആർക്കും നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്. നിങ്ങൾക്ക് എന്ത് കഷ്ടമുണ്ടെങ്കിലും മുട്ടുകുത്താൻ പറ്റുന്നവരെ, ഏത് ദേശത്തായാലും ഏത് കുടുംബത്തിലായാലും, നീ വലിയവളായിരിക്കാം വലിയവനായിരിക്കാം, നിനക്കെന്ത് കഷ്ടമുണ്ടെങ്കിലും മുട്ടുകുത്തി ദൈവത്തോടെ കേണുവീണി യാചിച്ചു, നിനക്കിപ്പോൾ തന്നെ സൗഖ്യം കിട്ടും. എൻ്റെ സർവശക്തനായ ദൈവം എൻ്റെ അടുത്തുണ്ട്. ഇപ്പോൾ തന്നെ അവൻ്റെ കരം നിങ്ങളുടെ മേലെ വരും. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. കരുണാസമ്പന്നനും നിത്യനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ പിതാവേ, ദൂരത്തും ചാരത്തും ആയിരിക്കുന്ന മക്കളുമായിട്ട് നിൻ്റെ അടുത്ത് വരുന്നപ്പാ, നീ അനുഗ്രഹിക്കണമേ. പൂർണ്ണ ആയുസ്സും ആരോഗ്യം നീ കൊടുക്കണമേ. ദീർഘായുസ്സുകൊണ്ട് നീ മുദ്രയിടണമേ. നിന്റെ മക്കളെ നീ ശക്തീകരിക്കണമേ. അവരുടെ എല്ലാ ആപത്തുകളും നീ മാറ്റിക്കൊടുക്കണമേ. എല്ലാ രോഗത്തിൽ നിന്നും വിടുതൽ കൊടുക്കണമേ. സാത്താൻ്റെ പീഡനയിൽ നിന്നും വിടുതൽ കൊടുക്കണമേ. ഡിപ്രഷനിൽ നിന്നും നീ വിടുവിക്കണമേ കർത്താവേ. അപ്പാ, കാൻസർ രോഗത്താലെ, പരാലിസിസ് രോഗത്താലെ, ഏതെല്ലാം രോഗത്താൽ ജനങ്ങൾ കഷ്ടപ്പെടുന്നപ്പാ, അവർക്ക് നീ ശാന്തി സമാധാനം കൊടുക്കണമേ, നമ്മതി കൊടുക്കണമേ. പാപത്തിൽ നിന്നും വിടുതൽ കൊടുക്കണമേ, രോഗത്തിൽ നിന്നും വിടുതൽ കൊടുക്കണമേ. സ്വർഗത്തിൽ പോകാൻ ഒരു വഴി തെളിയിക്കണമേ അപ്പാ, ഒരു വഴി തെളിയിക്കണമേ അപ്പാ. നീ പ്രവർത്തിക്കണമേ കർത്താവേ. നീ ജീവിക്കുന്ന ദൈവമാണപ്പാ. യേശുവേ, നിനക്ക് സ്തോത്രം. നീ അനുകൂലമെങ്കിൽ പ്രതികൂലം ആരാണ് കർത്താവേ? ആർക്കും ഞങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലപ്പാ, പറ്റത്തില്ലപ്പാ. നീ ഞങ്ങളോടുകൂടെ ഉണ്ടപ്പാ. നിന്റെ വലം കൈ കൊണ്ട് ഞങ്ങളെ പിടിച്ചിരിക്കുന്നപ്പാ. നിന്റെ വലം കൈയിൽ ഞങ്ങളെ വരച്ചിരിക്കുകയാണപ്പാ. ആർക്കും പറിച്ചോണ്ട് പോകാൻ ഒക്കത്തില്ലപ്പാ. യേശുവേ, നിനക്ക് സ്തോത്രപ്പാ. എല്ലാ പാസ്റ്റർമാരെ, എല്ലാ അച്ഛന്മാരെ, എല്ലാ ഇവാഞ്ചലിസ്റ്റുകളെയും നീ അനുഗ്രഹിക്കണമേ അപ്പച്ച. ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലും പാർക്കുന്ന സുവിശേഷ വേലകളെ, സുവിശേഷ പ്രവർത്തകരെ നീ അനുഗ്രഹിക്കണമേ. നിന്റെ സുവിശേഷം എല്ലാ രാജ്യങ്ങളിലും എത്തിച്ചേരുവാൻ നീ സഹായിക്കണമേ. ആരും നാശമായി പോവാൻ നീ വിടല്ലപ്പാ, ആരും നശിച്ചു പോവാൻ നീ വിടല്ലപ്പാ, ആ തീപ്പൊയ്കയിൽ പോവാൻ നീ വിടല്ലപ്പാ. നിന്റെ സന്നിധിയിൽ ചേരുന്ന മക്കളാക്കി ഓരോരുത്തരെയും നീ ഉപയോഗിക്കണമേ, കൈവിടല്ലപ്പാ. ആദ്യ അവസാനം നീ കൂടെ ഇരിക്കണമേ. കൂടെ ഇരുന്ന കൃപയ്ക്കാകി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ സഭയെയും ഞങ്ങളുടെ വേലയും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം ഞങ്ങൾക്ക് ഫോൺ ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്.